അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന പ്രസ്താവനയുമായാണ് ഇപ്പോൾ റഷ്യ കടന്നു വന്നിരിക്കുന്നത്. റഷ്യയുടെ വിദേശകാര്യമന്ത്രി ലാവ്റോവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇറാൻ ആവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഞങ്ങൾ നൽകുമെന്നാണ്. കാരണം ഇവിടെ ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിന്ന് മാറ്റണമെന്നതാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ അങ്ങനെ അത് മാറ്റിയാൽ തന്നെയും ഞങ്ങൾ വീണ്ടും ഇറാന് സമ്പുഷ്ടീകരിച്ച യുറേനിയം നൽകുമെന്നാണ് റഷ്യ പറയുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ആണവ ശക്തിയാണ് റഷ്യ എന്നത് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ റഷ്യയുടെ വിദേശകാര്യമന്ത്രി പറയുന്നത് യഥാർത്ഥത്തിൽ ഖദ്ദാഫിയെ കൊല്ലാൻ കാരണം അദ്ദേഹം ആണവായുധം വികസിപ്പിച്ചില്ല എന്നതാണ്. അദ്ദേഹം പറഞ്ഞതിന്റെ അറബി വാക്കുകൾ ഇന്നത്തെ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് അൽ ഖദ്ദാഫി തഖല്ല അൻ ബർനാമജിഹി നവവി, ആണവ പ്രോഗ്രാമിനെ തൊട്ട് ഖദ്ദാഫി പിൻവാങ്ങിയതാണ്. വസുഖിറ മിൻഹു വഖുതില അലൽ ഹവൽ മുബാശിർ വസുഖിറ മിൻഹു വഖുതില അലൽ ഹവാ അൽ മുബാശിർ ലിസ്ആദി ഹിലാരി ക്ലിന്റൺ അല്ലതി സഫഖത ഹർഫിയൻ അമാമ ശാശ. സ്ക്രീനിന് മുന്നിൽ നിന്ന് കൈകൊട്ടി ചിരിച്ചുകൊണ്ട് ഹിലാരി ക്ലിന്റൺ ഖദ്ദാഫിയെ കൊല്ലുന്നത് കണ്ട് ആസ്വദിക്കുകയായിരുന്നു. ഹിലാരി ക്ലിന്റനെ ആസ്വദിപ്പിക്കാൻ വേണ്ടി, സുഖിപ്പിക്കാൻ വേണ്ടിയാണ് അതിനെ ഒരു ലൈവായി കൊണ്ട് ഖദ്ദാഫിയെ കൊലപ്പെടുത്തിയത്. വീഡിയോ എടുത്ത് ലൈവായി സ്ക്രീനിൽ സംപ്രേഷണം ചെയ്തുകൊണ്ട് കൊലപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആണവ പദ്ധതികളിൽ നിന്നും ഖദ്ദാഫി അമേരിക്കയെ ഭയന്നുകൊണ്ട് പിൻവാങ്ങി എന്നതാണ്. എന്നാൽ ഇറാൻ വ്യത്യസ്തമാകുന്നത് അവിടെയാണ്. ഇറാൻ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നു. ലാവ്റോവ് പറയുന്നത് അതേ സമയത്ത് ഉത്തര കൊറിയ അവര് കാര്യങ്ങൾ മനസ്സിലാക്കി, മാത്രമല്ല ആണവായുധം വികസിപ്പിച്ചില്ല എങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രം ഭൂമുഖത്തിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് വലാ അഹദുൻ യൽമസുഹും, ഒരാളും അവരെ തൊടാൻ പോലും വരുന്നില്ല. എല്ലാവർക്കും അവരെ ഭയമാണ് എന്നാണ്. കാരണം അവരുടെ കയ്യിൽ ആണവായുധമുണ്ട്. നോക്കൂ നിങ്ങൾ, ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖാംനയെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനിപ്പോൾ എന്നെ വധിക്കുന്ന ഘട്ടത്തിൽ ഓട്ടോമാറ്റിക്കായി ആ രാഷ്ട്രങ്ങൾക്ക് നേരെ ആണവായുധം ചീറിപ്പായാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ്. എനിക്കെതിരെ വധശ്രമം നടത്തുക അല്ലെങ്കിൽ എന്നെ വധിക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ആ രാഷ്ട്രത്തിന് നേരെ എന്റെ ആണവായുധങ്ങൾ ചീറിപ്പായും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ആത്മഹത്യാപരമായ നീക്കങ്ങളിലേക്ക് കടക്കാൻ ഒരു രാഷ്ട്രവും തയ്യാറാവുകയില്ല. അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ലാവ്റോവ് പറയുന്നത് ഇപ്പോൾ ഇറാനിൽ ആ കാര്യമാണ് ആവർത്തിക്കാൻ പോകുന്നത്. ഇറാന് മേൽ 47 വർഷം അവർ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന കാര്യം പ്രചരിപ്പിച്ചു. ഇപ്പോഴാണ് യഥാർത്ഥ വസ്തുത മനസ്സിലായിരിക്കുന്നത്. പെട്രോളിയം തന്നെയാണ് അമേരിക്കയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. ലോകത്തെ ഊർജമെല്ലാം കയ്യിലടക്കുക എന്നത് അമേരിക്കയുടെ ലക്ഷ്യമാണ് എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടു. കാരണം ഇറാനു മുന്നിലേക്ക് അവർ വെച്ച ഉപാധിയിൽപ്പെട്ട ഒന്ന് 50%, ഇറാനും 50% അമേരിക്കക്കും എന്ന തോതിൽ ഹോർമുസ് കടലിടുക്കിന്റെ അധികാരം കൈമാറണം എന്നാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് ഇവിടെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ലോകത്തെ എണ്ണ കൈയടക്കുക എന്നത് തന്നെയാണ് ട്രംപിന്റെയും അമേരിക്കയുടെയും മുന്നിലുള്ള പദ്ധതി. അതാണ് ക്യൂബക്ക് നേരെ ഇപ്പോൾ പ്രശ്നമുണ്ടാക്കുന്നത്, വെനിസ്വേലയിൽ പ്രശ്നമുണ്ടാക്കുന്നത്. എന്നാൽ അത് തന്നെ ഇപ്പോൾ ഇറാനിലും ആരംഭിച്ചിരിക്കുകയാണ്. 47 വർഷക്കാലം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ഇറാനെ കുറിച്ച് പ്രചരിപ്പിച്ചതെല്ലാം പച്ചക്കള്ളമായിരുന്നു, എണ്ണയായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യമെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്.